Good morning, ladies and gentlemen. Welcome to Ramoji Film City, the world's largest enchanting, enthralling, and spellbinding film city. Watch the dream world turn into reality as we usher you into the magic of a heady and engulfing surprise. Eureka wholeheartedly greets you lovely people into the kingdom of fun, frolic, and excitement. Hi, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്ത്യൻ റൈഡേഴ്സ് 2927 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ രാമോജി ഫിലിം സിറ്റി. ഈ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്നതല്ല, അത് കണ്ടു തീർക്കാൻ കഴിയില്ല, അത്രയ്ക്ക് വലുതാണ്. അവിടെ നമ്മൾ പോയി, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം അത്യാവശ്യം കാണാനുള്ളതൊക്കെ കണ്ടു, കേൾക്കാനുള്ളത് കേട്ടു, മനസ്സിലാക്കി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ഇനിയും ഇതിൽ ബാക്കിയുണ്ട്. അത് അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ ഇത് മണിക്കൂറുകൾ കടന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ തോന്നില്ല. അപ്പോൾ കണ്ടിന്യൂ കാണാൻ വേണ്ടി തന്നെ ഞാൻ അത് പാകത്തിനാണ് ഇടുന്നത്. എന്നാലും നല്ലൊരു ലെങ്തി വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പ്രത്യേകം പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷോട്ടും ഞാൻ എടുത്തിരിക്കുന്നത് നിർബന്ധമായും കാണേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളും അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ലെങ്തി ആയ വീഡിയോ ഇടേണ്ട ആവശ്യം വന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി ആ വീഡിയോ മുഴുവൻ കാണുക. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഫിലിം സിറ്റി കണ്ട ഒരു തൃപ്തി കിട്ടുന്നുണ്ടാവില്ല. എന്തായാലും പോയി കാണാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും പോയി കാണുക. തെലുങ്കാനയിലാണ്, ഹൈദരാബാദിലാണ് രാമോജി ഫിലിം സിറ്റി ഉള്ളത്. രാമോജി ഫിലിം സിറ്റിയിൽ രാവിലെ 9:45 വെൽക്കം നടക്കുക. വെൽക്കം ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ഓപ്പണിംഗ് ഷോ ആണ്. ഓപ്പണിംഗ് ഷോ തുടങ്ങി, അതിന് ശേഷം ഒരു വെൽക്കം ഷോ ഉണ്ട്. അതിന് ശേഷം ഒരു സ്റ്റണ്ട് സീന് ഡയറക്ടർ ഉണ്ട്, അത് നമുക്ക് കാണാം. അതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കാണാൻ കൊണ്ടുപോവുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അകത്തേക്ക് നമ്മുടെ വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. ഗേറ്റിനകത്ത് നമ്മുടെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാം. അതിന് ശേഷം ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വാഹനമുണ്ട്, സ്വകാര്യ വാഹനമുണ്ട്. ആ വാഹനം നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും. അപ്പോൾ 3 കളറിലാണ് അവിടെ, കളർ കോഡിലാണ് വാഹനങ്ങൾ, ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളത് ഒരു വെള്ള, അതിന് ശേഷം അവിടെ ചുറ്റിക്കറക്കി കാണിക്കാനുള്ളത് ഒരു ചുവപ്പ്, പിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ളത് ഒരു മഞ്ഞ. അങ്ങനെ 3 കളർ കോഡിലാണ് ബസ്സുകൾ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ യാത്രയിൽ എല്ലാ വാഹനങ്ങളും കയറി എല്ലാം കണ്ടു, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ വാഹനമുണ്ട്, രാമോജിയുടെ തന്നെ സ്വകാര്യ വാഹനമുണ്ട്. ആ വാഹനത്തിലാണ് നമുക്ക് പോകാനുള്ള അനുമതി. അപ്പോൾ ഞങ്ങൾ അകത്ത് പോയി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. സെക്യൂരിറ്റിക്ക് ഹിന്ദി അറിയില്ല, അപ്പോൾ അയാൾക്ക് ഒരു കാര്യം അറിയുള്ളൂ, അകത്ത് പോയാൽ ലെഫ്റ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ ടിക്കറ്റ് കിട്ടും. അതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അകത്ത് പോയി നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ വെൽക്കം രാമോജി, ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്രൗസർ ഉണ്ട്. ഈ ബ്രൗസറിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും രാമോജി ഫിലിം സിറ്റിയുടെ ടോട്ടൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് ക്യൂവിൽ നിന്നു. 3-ാം നമ്പർ 4-ാം നമ്പർ. ഓൺലൈൻ ടിക്കറ്റ് കിട്ടുന്ന സ്ഥലം അപ്പുറത്താണ്. അത്യാവശ്യം രാവിലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പാസ് എടുത്ത് കയറിയപ്പോൾ കയ്യിലൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ ഞങ്ങളെ നെഞ്ചത്ത് സീലടിച്ചിട്ടുണ്ട്. ഈ സീലങ്കാരൻ വീട് പോയാൽ പകുതിക്കുന്നത് പണിയാവുന്നതുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ബസ് കാത്തിക്കുന്നുണ്ട്. നമ്മൾ ഇതാണ് എൻട്രി കേട്ടോ. ആ എൻട്രി കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ വെളുപ്പിനായോണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എത്തിക്കണേ നമ്മൾ. അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല, തിരക്ക് വരാൻ പോണുള്ളൂ. ഓക്കെ,
ഇതൊക്കെ രാമോജി ഫിലിം സിറ്റിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കേട്ടോ. കംപ്ലീറ്റ് ഇത് ടൂറിസം വന്ന ബസ്സുകൾ വേറെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കയറിയില്ല. ബസ് നമ്മളെ കാത്തിട്ടുണ്ടായിരുന്നു. അതിൽ ബസ്സിൽ കയറി. അപ്പൊ വെയിലിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ഫേവറേറ്റ് IV ശശി തൊപ്പി അത് പറഞ്ഞ മേടിച്ചു. കുറച്ച് വില കൂടുതലാണോ എന്നൊരു സംശയം. നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ 175, 190, 200 ഉള്ളിലൊക്കെ കിട്ടും. ഇവിടെ ലേശം കൂടി 250 രൂപ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മള് അകത്തേക്ക് കയറി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പോവാണ്. ഇനി അകത്തേക്ക് നമ്മള് ബസ് യാത്ര ഫ്രണ്ടില് രാമോജി ഫിലിം സിറ്റിയുടെ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതായത് താമസ സൗകര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഫിലിം സ്റ്റാറുകൾക്കൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തടാകം, നല്ലൊരു തടാകം. റോഡ് ഒന്നും പറയാനില്ല, അസാധ്യ റോഡുകളാണ്. 2 സ്റ്റാഫ് ഇവിടെ ഇറങ്ങി. ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് നടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബസ് നമ്മളെ കൊണ്ടുപോകാൻ വരും. सभी आप सभी का प्लाजा एरिया को बढ़ाइए स्वागत समारोह के लिए ഫിലിം സിറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഞങ്ങളെ ഫസ്റ്റ് ബസ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഓപ്പണിംഗ് നടക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് നോക്കണ്ട എന്താണ് ഓപ്പണിംഗ്. समारोह के लिए విచ్చేసిన అతిథులందరూ యురేకా ప్లాజా ఏరియా వద్దకు రావాల్సిందిగా కోరుచున్నాం. స్వాజా ఏరియా ఫర్ గ్రాండ్ ఓపెనింగ్ సెరమనీ. समारोह के लिए Clarion call. Witness the opening of the fort.
अभिनंदन करता छाई थका परिहारी शक्कर भापो झाकी झापो हुई जश्न की है तैयारी मन हर जाओ धन बन धन सुखवारो जी रे आयो रे शुभ दिन आयो
വെസ്റ്റ്. അങ്ങോട്ടാണ് ഇനി പറഞ്ഞയക്കണേ. നമുക്ക് നോക്കാം ഇവിടെ എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ മലയാളിനെ കണ്ടുട്ടാ. മലപ്പുറം കൂട്ടിലങ്ങാടിക്കാരാണ്. അപ്പോ വേൾഡ് വൈൽഡ് ഷോ ആണ് ഇവിടെ. നമുക്കത് കാണാം. നല്ല ഒരു കരടിക്കുട്ടന്റെ കൂടെ നമുക്കൊരു സെൽഫി എടുക്കണ്ടേ? ഇവിടെ കുറെ പുരാവസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഡെമ്മിയാണ് ഇതൊക്കെ. കുതിരൊക്കെ ഉണ്ട്, കുതിരണ്ടി ഉണ്ട്. കുതിരണ്ടി ഒരു പോത്തിന്റെ തല ഉണ്ടാ. तालियों के साथ स्वागत करेंगे हमारा स्टंट आर्टिस्ट को. Put your hands together everyone and welcome our stunt artist. Soy un hombre muy honrado que me gusta lo mejor. A mujeres no me falta ni el dinero ni el amor. Jineteando en mi caballo por la sierra yo me voy. Las estrellas y la luna ellas me dicen dónde voy. Ay, 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 mi amor. Ay, mi morena de mi corazón. Me gusta tocar guitarra, me gusta cantar el son. Mariachi me acompaña cuando canto mi canción. Me gusta tomar
നാച്ചുറൽ ആയിട്ട് ഒരു സ്റ്റണ്ട് സീനായിട്ട് കണ്ടു. അടിപൊളി സ്റ്റണ്ട് സീൻ പറഞ്ഞാല് ഒന്നും പറയാല്ല. സിനിമയിലാണെങ്കിൽ അത് പൊളിക്കും. ഞങ്ങൾ നേരിട്ടായതുകൊണ്ട് എല്ലാരും വന്ന് കണ്ടോളി. രാമോജി ഫിലിം സിറ്റിയിൽ കാണേണ്ട സീനുകളാണ് ഇതൊക്കെ. അടിപൊളിയാടാ, ഓളിച്ചു. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് കേട്ടോ. ആ സീറ്റ് പോയി, അതുകൊണ്ട് ഞാനിനി ഈ വണ്ടി കേറൂല, എന്തായാലും വേണ്ട. മുമ്പിലിരിക്കാന്ന് ഞാൻ വാശി പിടിച്ചിന്, അവർ സമ്മതിച്ചില്ല. ഇപ്പൊ ചീറ്റി പോയി. മുമ്പിലിരിക്കണം എന്നൊരു വാശി. എല്ലാവർക്കും ഭയങ്കര സാമർത്ഥ്യം. എങ്ങനെ ശരിയാവുക? നമ്മക്കും വേണ്ട ലേസം സാമർത്ഥ്യമൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്രയായി അടുത്ത സ്റ്റേഷനിലേക്ക്. നമ്മൾ പോകുന്ന വണ്ടി നല്ല രസമാണ് കാണാൻ. ഡ്രൈവർ ഒരു പവനാണ്. ഇവിടുന്ന് നമ്മൾ സ്റ്റണ്ട് സീൻ കണ്ട സ്ഥലം 3 ഷോ നമ്മളിവിടെ കണ്ടു. ഒരു ഓപ്പണിങ്, ഒരു വെൽക്കം, 2 സ്റ്റണ്ട് ഷോ. അത് കണ്ടിട്ടാണ് South Alongside Guinness World Record Certificate, certified in 2008 for the world's largest film studio complex. आपके राइट साइड में देखिए. नाउ लुक एट योर राइट. दिल्ली को मुगल गार्डन जैसे दिखेगा. अंदर से मैसूर वृंदावन गार्डन कल्चरल इवेंट्स के लिए इस्तेमाल करके वेडिंग सेरेमनी, हल्दी सेरेमनी, डेस्टिनेशन वेडिंग, फेमस फॉर ग्रुप सॉन्ग्स, रोमांटिक सॉन्ग्स. फाउंटेन रामोजी फिल्म सिटी का सबसे ऊंचा फाउंटेन विद ग्रीक आर्किटेक्चर. यू कैन सी दिस एंजल फाउंटेन इन संडे मूवी और द बेस्ट मूवी में देख सकते. And now we're moving towards different garden areas. आपके राइट साइड में अम्ब्रेला गार्डन, आपके लेफ्ट साइड में देखिए लैक गार्डन. A big black statue and small gaudy statue. After removing the statue, it can also be used as golf course. फिर से देखिए आपके देखिए एरिजोना गार्डन. Here you'll find different species of cactus that songs के लिए भी इस्तेमाल करते हैं मूवीज के. में देखिए द स्ट्रीट इज कॉल्ड फैंटेसी स्ट्रीट. मूवीज फिल्म्स में कैमरा के सामने थोड़ा फॉर्म लाके फिल्म स्टेशन बनाती है के लिए इस्तेमाल करके रॉक स्टार मूवी. आपके राइट साइड में देखिए देवयानी गार्डन. द डिफरेंट स्टेच्यू रिप्रेजेंट्स डिफरेंट डांस फॉर्म. ओके नाउ लुक एट योर फ्रेंड. आपके सामने देखिए. You can look at your left side also. Palm Street of Kerala is used for college entrance, school entrance. Oh My Friend movie है एक्ट श्री जूनियर चैतन्य स्कूल गाना में देख सकते हैं. Artist is said the costume of the artist will match with the flowers surrounding them. For example, if the costume is red color, then the flower will be decorated with red color. Yellow color का साड़ी पहनेगी तो yellow color का flower में decorate करेगा, which is natural. So the for 3 months to match with the costume and the flowers. फिर देखिए आपके लेफ्ट साइड में साउंड प्रूफ मोबाइल जनरेटर्स. आउटडोर शूटिंग्स, इंडोर शूटिंग्स के लिए इस्तेमाल करती है. When there is shooting going on in forest area, location set area, floors area, they used to use this kind of soundproof mobile generators.
Now look at your friend. आपके सामने देखिए जग फाउंड साइड में क्रिश ट्री मूवी में या जग हटा के क्रिश स्टैचू लगाया था. बॉम्ब ब्लास्ट सीन हुआ शॉट. So now we can look at your right side. आपके राइट साइड में देखिए एडवर्ड स्कूल कॉलेज सवेली पैलेस चंद्रमुखी देखा है ना आप लोग. Can you see the temple? Yes. ये बिना भगवान टेम्पल है. डायरेक्टर के साथ आता है और जाता भी. कौन सा टेम्पल है चेन्नई एक्सप्रेस में? मीनामा टेम्पल. वही शाहरुख खान ने दीपिका को लेके गया था. 300 स्टेप्स आपके राइट साइड में देख सकते हैं. दिस आर द स्टेप्स. आपके लेफ्ट साइड में देख सकते हैं. यू लुक एट योर लेफ्ट साइड इन मीटर द व्हाइट कलर बॉर्डर. फिर से देखिए आपके लेफ्ट साइड में व्हाइट कलर ताजमहल. फिर से देखिए आपके लेफ्ट साइड में द ट्री हाउस इसको फ्लेक्सिबल हाउस. पीपल हाउस यू कैन सी इन दिलवाले मूवी. लास्ट so now in 2 minutes we have reached South City locations. बड़े में छोटे में देखा है ना आप लोग ने. तो welcome to चौर बाजार. സിറ്റി ടൗണ് मेरी सेंटर में गांधी का स्टेचू लगाया था. गांधी नगर होगा आपका स्टेचू लगाया था. आपका नगर बन जाएगा. आपकी राइट साइड में देखिए सिंगम पुलिस. ടൗണാണ് ഇതൊക്കെ. मार्केट विलेज एरिया. आपके लेफ्ट साइड में देखिए गब्बर सिंह पुलिस स्टेशन. फिर से देखिए आपके लेफ्ट साइड में नायक मूवी देखा है ना आप लोग ने. नायक मूवी में रानी मुखर्जी मंडवा हाउस चंद्रमुखी में डांस मास्टर जी हाउस. ये द डायरेक्टर ऑन फ्रॉम द फ्रंट साइड. आप लोग को अंदर जाएगा तो मेरे टेम्पल कॉम्प्लेक्स. यहाँ विलेज करने के लिए रास्ता में डालने की डालता है. चेन्नई एक्सप्रेस विलेज बाहुबली विलेज पर जाती है. And these beautiful houses that we see from North City to the south, they are all made up of cluster of Paris carbon बनाया है. आप लोग को यहाँ रामोजी फिल्म सिटी में 50% ओरिजिनल बिल्डिंग और 50% कॉर्पोरेट बिल्डिंग्स ऑफ रामोजी फिल्म सिटी. ETV building. ETV channel is circulated in 24 states with 30. तो आप लोग को साउथ सिटी लोकेशन कैसे लगा? Okay. So I would like to give some general information. Ramoji Film City, founded by Chairman Ramoji Rao Garu, the land was first purchased in 1991 and started construction in 1992. Thus, it is rated 1,666. It is first Hindi movie, Bade Miyan Chote Miyan, first Telugu movie, Maan and Akupeli, and first Hollywood movie, The Night School and The Crocodile. In Eureka, there will be 2 shows, Spirit of Ramoji and Wild West Dance Show. आप लोग को फर्स्ट शो 20 हो जाते तो लास्ट शो देख सकते हैं. स्पिरिट ऑफ रामोजी लास्ट शो वो भी 4 o'clock. 4 बजे क्रॉस हो जाता है. तो आप लोग को यहाँ स्टूडियो टूर में 3 घंटे लगते हैं. मैक्सिमम यू टेक 3 hours. तो आप लोग को वापस आने में 3 o'clock वापस जाके और स्पिरिट ऑफ रामोजी और वाइल्ड वेस्ट डांस शो भी देख सकते हैं. ഇവിടെയാണ് ഷൂട്ട് तो आपके राइट साइड में കോഴിക്കോടാണ് കരിപ്പൂരാണ്. ये बिल्डिंग 4 एलिवेशन के लिए फ्रंट साइड से ये. സാധനങ്ങളാണ് ഒന്നും കിട്ടണമല്ല. So now we are moving towards shooting stars. आपके राइट साइड में देखिए ये पीछे से कॉफी कॉर्नर. कॉफी कॉर्नर यू कैन सी इन मीटर्स मूवी एस करीना कपूर्स ब्यूटी कॉर्नर. So now we are moving അപ്പുറത്ത് ഐസ്ക്രീം പാർലർ, ഇപ്പുറത്ത് കോഫി आपके लेफ्ट साइड में देखिए. ഷോപ്പ്. कैन यू गेस द स्ट्रीट? कौन सा फॉरेन कंट्री है? लंदन. ലണ്ടനിലെത്തി. Red City का सबसे फेवरेट एरिया है. गोलमाल सीरीज ऑल द बेस्ट मूवीज चैंपियन सिंबल सब यहाँ से शूट किया. It is made in SF so that the directors can shoot movies 3 to 4 movies they can shoot without any disturbance. शोज के लिए देर हो गया ना सबको. देर हुआ ना. रामोजी मूवी बेसिकली 4:30 बजे बंद हो जाता है. तो वो मैं बिफोर 4 3 में जा सकती है. यू कैन गो एट 3 o'clock. यू कैन गो बैक सो दैट यू एंजॉय द 3 attraction. स्पेस क्या था? लंदन स्ट्रीट ऑल्सो नोन एज प्रिंसेस स्ट्रीट. तो आप लोग को यहाँ ड्रॉपिंग मिलेगा बिना वीजा बिना पासपोर्ट. आप लोग को चांस मिला है यूरोप ट्रिप करने के लिए. तो यहाँ से ഞങ്ങളങ്ങനെ ലണ്ടനിലെത്തിട്ടോ.
ലണ്ടനിൽ ഇങ്ങനെ നടക്കാണ്. ലണ്ടനിലെ ഓരോ കെട്ടിടങ്ങൾ കണ്ടില്ലേ? ഒരു സെൽഫി എടുക്കാൻ പറ്റും. ആ, 1 മാസം 1.5 മാസമായില്ലേ? ഇതാണ് നമ്മുടെ ലണ്ടനിലെ കാഴ്ച. ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ക്ലീൻ ഹൗസുകളൊക്കെയാണ് കാണാൻ കഴിയുക. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ലണ്ടനിലൊരാളെ മറ്റേ ബോളും പിന്നെ മറ്റേ കുപ്പിയൊക്കെ ആയിട്ട് 3 പീസൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയാ. അപ്പൊ ഞങ്ങളത് നോക്കി നിൽക്കാതാ. ഒരു കണ്ടാ ഞങ്ങള് ഓൾ ഇന്ത്യ ട്രിപ്പ് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞത് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പൊ ലണ്ടനിലാണല്ല. ഇന്ത്യയുടെ ഉള്ളിലൊരു ലണ്ടൻ. ഇത് എന്താ ഇന്ത്യയുടെ ഉള്ളിൽ ഫുള്ളൊരു ലണ്ടൻ കാഴ്ച. ലണ്ടൻ കാഴ്ചയിലാണ് ഞങ്ങളുള്ളത്. പാരീസിലൊരു ബിൽഡിംഗ് ആട്ടത്. ആ ബിൽഡിങ്ങില് സനിയുണ്ട്. ഇത് സനി കയറി വരും. ഞങ്ങള് ഫിലിം സിറ്റിന്റെ ഉള്ളില് എയർപോർട്ട് കാണാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ ബിനാ ടിക്കറ്റില് ബിനാ പാസ്പോർട്ടിൽ എയർപോർട്ടിൽ കയറാൻ പറഞ്ഞു. ലണ്ടനിലെത്തി. അങ്ങനെ ലണ്ടനൊക്കെ കണ്ടു. നോക്കുമ്പോൾ നല്ലൊരു മരത്തണൽ കണ്ടു. മരത്തണലിൽ നമ്മളൊരു സെൽഫി. ഓക്കെ, നമുക്ക് എയർപോർട്ട് കാണാൻ പോവാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൂ എയർപോർട്ട്. സിനിമയിലൊക്കെ തന്നെ കാണുമ്പോൾ പറയും കരിപ്പൂരാണ്, ബോംബെയാണ്, ഡൽഹിയാണ് എന്നൊക്കെ. ഈ കാണുന്നതാണ് സാധനം. ഇതാണ് എയർപോർട്ട്. ഇഷ്ടംപോലെ തിരക്കുണ്ട് എയർപോർട്ടിൽ. എന്തായാലും നമുക്ക് എയർപോർട്ടിലേക്ക് പോയോ. എയർപോർട്ടില് യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ളത് എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. എക്സിറ്റ്, ബാഗേജ്, ടോയ്ലറ്റ്സ്. ശല്യം എവിടെ പോണേ? ദുബൈക്ക് ഫ്ലാറ്റ് പോയല്ലോ. ഫ്ലൈറ്റ് പോയി, ദുബായിക്കുള്ള ഫ്ലൈറ്റ് പോയി. ഇനിയിപ്പോ വേറെ ഫ്ലൈറ്റ് വന്നിട്ട് വേണം. ഹായ്, ആരോ സിസ്റ്റൊക്കെ ഉണ്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. വെൽക്കം. ഇതാ അവിടെ ഉണ്ട്. ഇവിടെ നമ്മള് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് പോയിട്ട് വേണം തോന്നുന്നു പിന്നെ വേറെ ആളുകൾക്ക് പോകാനായിട്ട്. നമ്മള് ഫ്ലൈറ്റിനുള്ളിൽ കയറാണ്. അങ്ങനെ നമ്മള് ഫ്ലൈറ്റിനുള്ളിൽ കയറട്ടോ. നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ആ ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ഒന്നും ഇല്ലേ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി? ഓ, ഇത് വലിയ ഫ്ലൈറ്റ് ആണല്ലോ.
Flight 291 has been delayed. സനി എവിടേക്കാ? ഫ്ലൈറ്റ് വന്നല്ലേ ദുബായിക്കല്ലേ? പൊളിച്ചിട്ടോ. അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളില് സനി ആദ്യമായിട്ട് ഫ്ലൈറ്റിലും കയറി അല്ലേ സനിയ? ഇത് വലിയ വിമാനാട്ടാ, ചെറുതൊന്നല്ല. വിമാനം സൂപ്പർ വിമാനല്ലേ? നമുക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോളുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബസ് വന്നിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ നമ്മൾ പോണില്ല, കാരണം സീറ്റ് ഫുള്ളായി. നമ്മൾ അടുത്ത ബസ് പോകും. King Shah Rukh Khan, Ravan movie fighting scene open area and Rebel movie Prabhas fighting scene done number 1. Surya Bhai. Anyway, today Ramoji Film City entertainment show, the show timing. आज का शो का टाइमिंग बोल दे सर. टुडे 2 लोग फ्री झूला गेम के लिए 100 यूरेका, नॉट सुरेखा. अन्य यूरेकिल ఉంటాయి. आप सभी लोग की अपना अपना सीट का नीचे सीट बेल्ट, थोड़ा बेल्ट लगा लीजिए सब लोग. एवरीवन सीट ला किंद सर, सीट का नीचे नीचे, बिकॉज नाउ यू आर गोइंग जेल. इसलिए so within 2 minutes without crime now you are going jail. But no crime, now you are going jail. My God, first time experience. अंडमान सेंट्रल जेल लोपड़ी వెళ్తున్నాం. अभी अंदर जा रही बस. वेलकम टू अंडमान सेंट्रल जेल. काला पानी. राइट साइड చూడండి, రైట్ హ్యాండ్ సైడ్. टीवी सीरियल സിനിമ ഷൂട്ടിംഗ് ആണ്. एक्शन. हिंदी मूवी రాతో టెన్షన్ మూవీ షూటింగ్ అందరు. తెలుగు మూవీ నా జీవితానికి నేనే రాజు నేనే మంత్రి, ఖైదీ నెంబర్ 150, అప్డేట్ మూవీ సర్కర్వర్ పాట. అన్న మలయాళ మూవీ సిఐడి ముజా, తమిళ్ మూవీ ఔతుల్ రాజా ఎంబీబీఎస్, కన్నడ మూవీ యోగి. నిజానికి లెఫ్ట్ కాచిగూడ సెకండ్రాబాద్. పవన్ కళ్యాణ్ ఇంటికి దారేది తిమ్మాపూర్ రైల్వే స్టేషన్, అత్తారింటికి దారేది. అండ్ మరాఠీ మూవీ సైరట్ మూవీ. BS a big shooting floor. Shooting time can use only indoor shooting. Indoor. बिल्डिंग लोपड़ పెద్ద పెద్ద సెట్టింగ్ వేసి इंडोर शूटिंग తీస్తారు. बिल्डिंग के अंदर बड़े बड़े सेट संभाल करके इंडोर. अब एक शूटिंग चल रहा है, हिंदी मूवी शूटिंग चल रहा है. अजय देवगन is there but not allowed. All building open building. Shooting time allowed set डाल के इंडोर. पुष्पा ओ अंडवा मामा, ओ अंडवा मामा. अंदर షూటింగ్ ఇండోర్. इतना शूट చేశారు సాంగ్స్ మొత్తం. तो आपके लिए एक इंडोर एक सेटिंग दिखाने के महाभारत का सेट देखने के लिए आपको 10 मिनट टाइम लगेगा. सेट देखने के बाद बिल्डिंग के बगल में रेलवे स्टेशन, उधर कोई भी बस चढ़ सकते हैं सर. बस का नंबर का जरूरत नहीं. वो बस लेके जाए सांस टू बाहुबली लेके जाएगा. ఈ బస్ ఇక్కడికి లాస్ట్ అండి. బ్లూ బిల్డింగ్ లోపల రామాయణ మహాభారత సెట్టింగ్ చూసుకొని నెక్స్ట్ బస్ రైల్వే స్టేషన్ సాస్ టు బాహుబలికి వెళ్తారు.
ഇതിന്റെ ഒരു രാജസദസ്സാണ് കേട്ടോ കാണുന്നത്. കുറെ ഫോട്ടോ എടുക്കുന്ന ആളുകളുള്ളതുകൊണ്ടേ നമ്മുടെ സൗകര്യത്തിന് കിട്ടില്ല. ഏതൊരു അല്പനാണ്. ശരി. ഇവിടെ ഡമ്മി അല്ലാത്ത ഒരു റിയൽ ഷോപ്പ് ഉണ്ട് കേട്ടാ. ഒരു കഫേ ഉണ്ട്, അത് ഡമ്മി അല്ല, റിയൽ ആണ്, ക്യാഷ് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മള് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനാണ് കാണാൻ പോണേ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇവിടെ ഉണ്ട്. മധുര ജംഗ്ഷനാണ്. ഇവിടെ മധുര ജംഗ്ഷനാണ് ഇന്നത്തെ ഫ്ലക്സ്. നോക്കാം. റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ സെറ്റ്സും ഉണ്ട് കേട്ടോ. ഇതേ ത്രാസ്, ഡെമ്മിയാണെന്ന് പറയാനല്ല, ആ രീതിയിൽ സെറ്റാക്കി. റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ സംഗതികളും അതേപോലെ. കൗണ്ടർ 1, കൗണ്ടർ 2. പക്ഷെ മധുരയാണ് കാണിച്ചെങ്കിലും ഇപ്പോഴത്തെ ലെറ്ററൊക്കെ കാണുന്നത് ഇവിടുത്തെ തെലുങ്കാണ് കേട്ടോ. ഇപ്പൊ ചെയ്യാനുണ്ടാവും. ഷോപ്പ് ഇതിലെ കയറി അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ട്രെയിനാണ്ട് നിക്കണേ. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തുണ്ട്. ടെൻഷൻ കൽക്കരി എഞ്ചിനാണ്. കൽക്കരി എഞ്ചിനാണ്. ശനിയാട്ടോ എഞ്ചിൻ വിടണേ. എഞ്ചിൻ ഡ്രൈവറാണ്. ട്രെയിനിന്റെ ഈ സൈഡ് യാത്രക്കാരുടെ ബോഗിയാണ്, ആ സൈഡ് ചരക്ക് ബോഗിയാണ് കേട്ടോ. ഞങ്ങള് ട്രെയിനിലാണ്. എവിടേക്കാണ്?
ചെന്നൈ സ്റ്റാർട്ട് ചെയ്തിട്ട് മദ്രാസിലേക്കോ വേറെ എവിടേക്കോ പോണ ട്രെയിനാട്ടോ. ഈ ട്രെയിന് ഫുള്ള് സെറ്റാണ്, സിനിമക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ് പക്ക ട്രെയിൻ ബോഗി. ഇപ്പൊ നമ്മളിരിക്കുന്ന ട്രെയിൻ ബോഗിയുടെ റൈറ്റ് സൈഡില് യാത്രക്കാർക്കും ലെഫ്റ്റ് സൈഡില് ചരക്ക് വാഹനമായിട്ടാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ ബസിന്റെ ഒക്കെ ചക്രങ്ങളായിട്ട് ഇതിന്റെ ടയറാണ്, കംപ്ലീറ്റ് ടയറാണ്. പിന്നെ ലോറി, ബസ്, അങ്ങനെയുള്ള ടയറാണ്, അല്ലാതെ ഇരുമ്പിന്റെ ചക്രമല്ല കേട്ടോ. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. പാലക്കാട് ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഇതാ പാലക്കാട് ജംഗ്ഷൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പഴയ ട്രെയിനിന്റെ ബോഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പാലക്കാട് ജംഗ്ഷൻ നമുക്ക് കാണാം. ശനി വേഗം ഇറങ്ങിക്കോ, വണ്ടി അതാ പോണ്. വേറെ ഇറങ്ങിക്കോ വണ്ടി പോണതാ. ഇതാണ് അതിന്റെ അടിയിൽ ലീഫ് സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. സെറ്റ് എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഷൂട്ടിംഗ് ഉള്ള ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംവിധാനം. ട്രാക്ടറിലോ മറ്റോ കൊളുത്തിയിട്ട് കൊണ്ടുപോകുക കേട്ടോ. ഇത് പറയണത് കുറെ ആക്ടിവിറ്റീസുകളാണ്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെ കുറെ സംഗതികൾ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അഡീഷണൽ ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷെ അത് കുറച്ച് എന്താ പറയാ മേലനങ്ങിയ പരിപാടിയാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിന് പിന്മാറി. ഈ കാണുന്ന ആക്ടിവിറ്റീസുകളാണ് കണ്ടല്ലേ, റോപ്പില്, അമ്പും വില്ല്, പിന്നെ അങ്ങനെ ബൈക്ക്, കുറെ സംഗതികളുണ്ട്. അതൊക്കെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പിന്മാറി. നമ്മള് ബാഹുബലി സെറ്റിലേക്കുള്ള യാത്രയിലാണ്.